ഇന്നുണ്ടാക്കാൻ പോകുന്നതേ കുറച്ച് മുന്നേ വൈറലായിട്ടുള്ള മണി സേവിങ് ബോക്സില്ലേ, അതാണ് കേട്ടോ. ഓൺലൈനിലൊക്കെ അതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ പേര് ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു പെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊത്തൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇനി നമുക്ക് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. 2 ഹോളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതേ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഇത് വേണ്ട കേട്ടോ, അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ ക്യാഷ് എഴുതണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഗ്രിഡ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള സംഖ്യകളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ എടുക്കാൻ 500 ഇല്ലാത്തതുകൊണ്ട് ഞാൻ 10, 20, 50 ഇങ്ങനെയാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെറും 50, 20, 10 മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആ ബോക്സിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്യാമറ ഒന്ന് ഓഫായി, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ മൊത്തത്തിൽ 6800 ഞാൻ എഴുതി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ മണി ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ക്യാഷ് ഇട്ട് നോക്കാം കേട്ടോ. ഞാൻ 10, 20 നോട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ എന്നും ഇടാൻ കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഞാൻ ഇട്ട സംഖ്യ ഇതാ കളർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.